അടുത്തത് 8th റാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ p/q where q is not equal to 0. അതാണ് റാഷണൽ നമ്പേഴ്സ്. ഇവിടെ ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ. അതിനകത്ത് ഇതിനെയൊക്കെയാണ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഒരു ആപ്ലിക്കേഷൻ പറയുവാണെങ്കിൽ ഇക്വേഷൻ രീതിയിൽ നമുക്കൊരു പ്രോബ്ലത്തിന് പറയാം. ഇപ്പോൾ ഫാദറിൻ്റെയും സണ്ണിൻ്റെയും കൂടി ഏജ് കൂട്ടുമ്പോൾ 50 കിട്ടി. ഫാദറിൻ്റെ ഏജ് 4 ടൈംസ് സണ്ണിൻ്റെ ഏജ് ഇത്രയും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ സണ്ണിൻ്റെ ഏജ് എക്സ് ആയിട്ട് എടുക്കുവാണെങ്കിൽ നോക്കിക്കേ, 4 ടൈംസ് ആണ് സണ്ണിൻ്റെ ഏജ് ഫാദർ. ഇപ്പോൾ ഫാദറിന് എന്താ, സണ്ണ് എക്സ് ആണെങ്കിൽ ഫാദർ ഇസ് ഈക്വൽ ടു 4x എന്ന് എഴുതി കൂടെ. ഫാദർ പ്ലസ് സണ്ണ് 50 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4x പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 50. അങ്ങനെ നമുക്ക് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പറ്റും. പലതരം ക്വാഡ്രിലാറ്റർ ഉണ്ട്. ക്വാഡ്രിലാറ്റർ എന്ന് വെച്ചാൽ ഒരു ക്ലോസ്ഡ് 4 സൈഡുള്ള ഒരു ഫിഗറിനെയാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. 4 സൈഡ് ഉണ്ടെങ്കിൽ അതിനെ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. 5 സൈഡ് ഉണ്ടെങ്കിൽ പെൻറ്റഗൺ, 6 സൈഡ് ഉണ്ടെങ്കിൽ ഹെക്സഗൺ, 7 സൈഡ് ഉണ്ടെങ്കിൽ ഹെപ്റ്റഗൺ, 8 സൈഡ് ഉണ്ടെങ്കിൽ ഒക്ടഗൺ, അങ്ങനെ പോകും. നമ്മളൊരു ആംഗിൾ ലെസ് ദാൻ 180 ഡിഗ്രി ആണ് അതിനെ കോൺവെക്സ് എന്നും ഗ്രേറ്റർ ദാൻ 180 ആണെങ്കിൽ അതിനെ കോൺകേവ് എന്നുമാണ് പറയുന്നത്. ഇപ്പം ഒരു പോളിഗൺ എന്ന് പറയുന്ന പല സൈഡുള്ള ഒരു ഫിഗറിനെയാണ് നമ്മൾ പോളിഗൺ എന്ന് പറയുന്നത്. സപ്പോസ് n സൈഡ് ഉണ്ട് ഒരു പോളിഗൺ എന്ന് പറയുന്ന ഒരു ഫിഗറിന്. അപ്പം ഇതിപ്പോൾ സപ്പോസ് ഒരു ഫിഗറാണ്, ഇങ്ങനെ ഒരു ഫിഗറാണ്. ഇതിന് എത്ര സൈഡ് ഉണ്ട്? 1 2 3 4 5 6. സോ n ഇസ് ഈക്വൽ ടു 6. ഇതിൻ്റെ അകത്തുള്ള ആംഗിൾസ് കൂട്ടുമ്പോൾ എത്ര ആണ് എന്ന് അറിയാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ് n - 2 × 180 ഡിഗ്രി. ഈ n എന്ന് പറയുന്നത് ഇവിടെ 6 ആണ്. അപ്പോൾ 6 - 2 × 180 ഡിഗ്രി അത്രയായിരിക്കും ഇതിനകത്തുള്ള ആംഗിൾസ് കൂട്ടുമ്പോഴുള്ള സമ്മ്. ഇപ്പോൾ ഇതുപോലാണ് നമ്മൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ 180 ആണെന്നും കണ്ടുപിടിക്കുന്നത്. അതായത് ഇപ്പോൾ നോക്കിക്കോ, ട്രയാങ്കിളിൻ്റെ, അതായത് ട്രയാങ്കിൾ 3 സൈഡാണ്. അപ്പോൾ n എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇപ്പോൾ 3 - 2 1 അല്ലേ, 1 × 180 ഡിഗ്രി. അങ്ങനെയാണ് ഒരു ട്രയാങ്കിളിന് ഉള്ളിലുള്ള എല്ലാ ആംഗിൾസും 180 ഡിഗ്രിയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി പാരലോഗ്രാം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായിട്ടുള്ള 4 സൈഡ്സ് ഉള്ളൊരു ഫിഗറിനെയാണ് നമ്മൾ പാരലോഗ്രാം എന്ന് പറയുന്നത്. ഈ ഇങ്ങനെയുള്ള ഫിഗേഴ്സ് ആണ് റെക്റ്റാങ്കിൾ, സ്ക്വയർ, റോംബസ്, ഇതെല്ലാം ഈ പാരലോഗ്രാമിൻ്റെ അടിയിൽ വരുന്ന ഫിഗേഴ്സാണ്. റോംബസ് എന്ന് പറയുന്നത് എല്ലാ സൈഡും ഈക്വലാണ്, പക്ഷേ ആംഗിൾസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാണ്. അങ്ങനെയുള്ളതിനെയാണ് റോംബസ് എന്ന് പറയുന്നത്. എല്ലാ റോംബസുകളും എല്ലാ സ്ക്വയറുകളും റോംബസുകളാണ്, പക്ഷേ എല്ലാ റോംബസുകളും സ്ക്വയറുകളല്ല. കാരണം സ്ക്വയർ എന്ന് പറയുന്നത് എല്ലാ ആംഗിളും 90 ആണ്, അതിന് ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ആവും. പക്ഷേ ഈ ഇപ്പോൾ ആംഗിൾസ് എല്ലാ സ്ക്വയറിൻ്റെ കേസിൽ എല്ലാം 90 ആണ്, പക്ഷേ റോംബസിൻ്റെ കേസിൽ എല്ലാം 90 ആവണമെന്നില്ല. ഓപ്പോസിറ്റ്സ് ആംഗിൾസ് ഈക്വൽ ആയാൽ മതി, എല്ലാ സൈഡും ഈക്വൽ ആയാൽ മതി. ട്രപ്പീസിയം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് പാരലാണ്, മറ്റേത് രണ്ടും പാരൽ ആവണമെന്നില്ല. അങ്ങനെയുള്ളതിനെയാണ് ട്രപ്പീസിയം എന്ന് പറയുന്നത്. കൈറ്റ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആയതിനെയാണ് കൈറ്റ് എന്ന് പറയുന്നത്. ഈ നമ്മൾ നടുക്കൂടെ ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ഡയഗണൽ എന്ന് പറയുന്നത് കേട്ടോ. ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് 90 ഡിഗ്രിയിലായിരിക്കും. അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 90 ഡിഗ്രി ഫോം ചെയ്യും. ഒരു പോളിഗണിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. അടുത്തത്, നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കണമെങ്കിൽ 5 കണ്ടീഷൻസ് അറിഞ്ഞാൽ മതി. അതിൻ്റെ സൈഡോ അതിൻ്റെ ആംഗിളോ അങ്ങനെ 5 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ പറ്റും. ഡേറ്റ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ബാർ ഗ്രാഫ് വഴി, ഹിസ്റ്റോഗ്രാം വഴി, പൈ ചാർട്ട് വഴി. പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഫേവറബിൾ ഔട്ട്കം എത്ര എണ്ണം ഉണ്ട് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. നമ്മളൊരു കോയിൻ ടോസ് ചെയ്തു, അപ്പം നമുക്ക് ടെയിലും ആവാം ഹെഡും ആവാം. നമുക്ക് ഹെഡ് ഉള്ളതിൻ്റെ പ്രോബിലിറ്റി എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ ഹെഡാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 1/, എത്ര എണ്ണം ഉണ്ട് ഔട്ട്കമ്മുകൾ? 2 എണ്ണേ വരത്തുള്ളൂ, അതാണ് 1/2. അങ്ങനെയാണ് പ്രോബിലിറ്റി പറയുന്നത്. ഇനി സ്ക്വയർസും സ്ക്വയർ റൂട്ടും. സ്ക്വയർ എടുക്കുക എന്ന് വെച്ചാൽ ഒരു നമ്പർ ഇൻറ്റു ആ മേള് 2 പ്രാവശ്യം. അപ്പോൾ 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 × 3, 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 × 5. സ്ക്വയർ റൂട്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ തിരിച്ചുള്ളതിനെയാണ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറയുന്നത് 5, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്ന് പറയുന്നത് 3. ഈ നമ്പേഴ്സ് 2, 3, 7, 8 എന്ന് പറയുന്ന നമ്പേഴ്സ് എൻഡ് ചെയ്യുന്ന ഒരെണ്ണത്തിനും സ്ക്വയർസ് കാണില്ല. അതുപോലെ തന്നെ ഈ 0, 1, 4, 6, 5, 9ൻ്റെ സ്ക്വയറുകൾ, ഇത് അവസാനിക്കുന്ന നമ്പറുകളുള്ളതിൻ്റെ സ്ക്വയറുകൾ എപ്പോഴും ഈ നമ്പറുകളിൽ തന്നെ അവസാനിക്കുന്നതായിരിക്കും അതിൻ്റെ സ്ക്വയറുകളും. ക്യൂബ് എന്ന് പറയുന്നത് എന്താ? 3 പ്രാവശ്യം ഇൻറ്റു ചെയ്യുന്നതിനാണ് ക്യൂബ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2ൻ്റെ ക്യൂബ് 2 × 3, 2 × 2 8, അല്ലെങ്കിൽ 4ൻ്റെ ക്യൂബ് 4 × 4 × 4 64. തിരിച്ച് 8ൻ്റെ ക്യൂബ് 2, 64ൻ്റെ ക്യൂബ് 4.
അതിൻ്റെ ഒരു ഇങ്ങനെ ഇത് നമുക്ക് വേറെ രീതിയിലും കണ്ടുപിടിക്കാം. അതായത് ഇപ്പം A+B ഇതിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് വേറെ ഇപ്പോൾ വലിയൊരു നമ്പറാണെന്ന് വെച്ചു. ഇപ്പോൾ 102ൻ്റെ ക്യൂബ് എത്രയാണെന്നറിയണമെങ്കിൽ 100 + 2 ദ ഹോൾ ക്യൂബ് കണ്ടുപിടിച്ചാൽ മതി. ഇതൊരു ഐഡൻറ്റിറ്റിയാണ്. ആ ഐഡൻറ്റിറ്റിയാണ് ഇത്. അതായത് A+B ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് A³ + 3A² + 3AB² + B³. ഇത് വേറെണ്ണമുണ്ട്. ഇതിൻ്റെ ഇടയിൽ മൈനസ് ആണെങ്കിൽ A-B ദ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പം A³ - 3A² B + 3AB² - B³ കണ്ടോ. ഇനി നമുക്ക് ഒരു ക്വാണ്ടിറ്റിയുടെ ചേഞ്ച് എത്ര ശതമാനം വെച്ച് ക്വാണ്ടിറ്റി ചേഞ്ചായി എന്നറിയണമെങ്കിൽ ഇപ്പം 200 ആയ ഒരു വില 250 ആയി. എത്രയാണ് അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് അറിയണമെങ്കിൽ ഇത് മൈനസ് ചെയ്യുക. അപ്പോൾ അത് 50 കിട്ടും. ആ ചേഞ്ച് ബൈ ഒറിജിനൽ × 100 ആണ് പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു. അതിനെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയും P. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് R എന്ന് പറയുന്നത്, ടൈം പീരീഡിനെയാണ് T എന്ന് പറയുന്നത്. അപ്പം ഫൈനൽ എമൗണ്ട് = പ്രിൻസിപ്പൽ റേറ്റ് × 1 + R/100 (T). ആ ഫൈനൽ എമൗണ്ട് മൈനസ് ഇനിഷ്യലി എത്ര എമൗണ്ട് ആയിരുന്നു അത് രണ്ടും കൂടി മൈനസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി പലതരം എക്സ്പ്രഷൻസിനുണ്ട്. ഇതിന് ആൽജിബ്രൈക്ക് എക്സ്പ്രഷൻസ് ആണ് പറയുന്നത്. നമ്മൾ മുമ്പേ ഒരു ഐഡൻറ്റിറ്റി പഠിച്ചില്ലേ, അതിൻ്റെ വേറൊരു ഇതാണ് ഇത് മെയിൻ. അതായത് A+B ദ ഹോൾ സ്ക്വയർ = A² + 2AB + B², അല്ലെങ്കിൽ A-B ദ ഹോൾ സ്ക്വയർ = A² - 2AB + B², A+B × A-B = A² - B². ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു വിഷ്വലൈസിങ് ഒരു സിലിണ്ടർ. ഇത് മുമ്പ് നമ്മൾ പറഞ്ഞത് ഒരു സിലിണ്ടറിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സർക്കിൾ പോലെ തോന്നും, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു റെക്റ്റാങ്കിൾ പോലെ തോന്നും, സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ഒരു റെക്റ്റാങ്കിൾ പോലെ തോന്നും. ഇതിനെ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ ആൻഡ് സൈഡ് വ്യൂ എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഒരു സാധനം ഒരു ക്യൂബിൻ്റെയോ ക്യൂബോയിഡിൻ്റെയോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഒരു സൈഡ് ഇപ്പോൾ നമ്മൾ റൂം ഒരു ക്യൂബായിട്ട് കൺസിഡർ ചെയ്യണം. അതിൻ്റെ ഭിത്തിനെ നമ്മൾ ഫേസ് ആയിട്ട് പറയും, അതിൻ്റെ മൂലയെ നമ്മൾ എഡ്ജായിട്ട് പറയും, ഇതിനെ നമ്മൾ വെർട്ടെക്സ് ആയിട്ട് പറയും. ഇതിൻ്റെ ഫേസിനെ F എന്നും എഡ്ജിനെ E എന്നും വെർട്ടെക്സിനെ V എന്നും പറയുവാണെങ്കിൽ ഫേസ് + വെർട്ടെക്സ് - എഡ്ജ് വിൽ ബി ഓൾവേസ് = 2 എന്ന് പറയുന്നതിനെയാണ് നമ്മൾ യൂക്ലിയേഴ്സ് ഫോർമുല. ഏതൊരു ഫിഗർ എടുത്താലും ഇത് എല്ലാം കൂടി ഇങ്ങനെ ചെയ്യുമ്പം 2 കിട്ടത്തുള്ളൂ. അതിനെ യൂലേഴ്സ് ഫോർമുല എന്ന് പറയും. ഇനി ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 2 × L + B, ഏരിയ L × B, സ്ക്വയറിൻ്റെ ആണെങ്കിൽ 4 × A, ഏരിയ L², ട്രയാങ്കിളിൻ്റെ ആണെങ്കിൽ A + B + C ആണ് പെരിമീറ്റർ, ഏരിയ ½ × B × H, സർക്കിളിൻ്റെ ആണെങ്കിൽ 2πr ആണ് പെരിമീറ്റർ, ഏരിയ എന്ന് പറയുന്നത് πr². ഇനി സർഫസ് ഏരിയ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയ എന്ന് വെച്ചാൽ അതിൻ്റെ സർഫസുകൾ മാത്രമുള്ളത്. ഇപ്പോൾ ഇത് സർക്കിൾ, 2 സർക്കിളിൻ്റെയും ഈ ഒരു ഇതിൻ്റെയും ചുറ്റുമുള്ളതിനെയാണ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ക്യൂബിൻ്റെ സർഫസ് ഏരിയ 6a², ക്യൂബോയിഡിൻ്റെ 2 × LB + BH + HL, സ്ഫിയറിൻ്റെ 4πr², സിലിണ്ടറിൻ്റെ 2πr × H + R, കോണിൻ്റെ πr × L + R. വോളിയം ആണെങ്കിൽ ക്യൂബിൻ്റെ A³, ക്യൂബോയിഡിൻ്റെ L × B × H, സ്ഫിയറിൻ്റെ 4/3πr³, സിലിണ്ടറിൻ്റെ πr²H, കോണിൻ്റെ 1/3π²RH. ഇത് രണ്ടും ഏകദേശം സിലിണ്ടറും കോണും ഏകദേശം സിമിലറാണ്. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ 2 ഇല്ല. ഇവിടെ 1/3 ഉണ്ട്, 1/3 ഇല്ല. കണ്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പൊണൻസ് A⁻, ഇത് നമ്മൾ പഠിച്ചു. ഇത് രണ്ടും ഒരേ ഈ A രണ്ടിടത്ത് സെയിം ആണ്, എക്സ്പൊണൻസ് ഡിഫറെൻ്റ് ആണ്. ഇൻറ്റു ചെയ്യുമെങ്കിൽ A നമുക്ക്, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ 5⁻² × 5⁻7 നമുക്ക് 5⁻9 എന്ന് എഴുതാം. ഇത് അതുപോലെ 5⁻7 ഡിവൈഡഡ് ബൈ 5⁻2 നമുക്ക് 5⁻5 എന്ന് എഴുതാം. ഇത് രണ്ടും കൂടി കുറച്ചാൽ മതി ഡിവൈഡ് ആണെങ്കിൽ. 5⁻2 × 5 5⁻2 × 5 5⁻10 എന്ന് എഴുതാം. A⁻0 നമുക്ക് 1 എന്ന് എഴുതാം. അടുത്തത് ഇത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയും, ഇതിനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയും. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് വെച്ചാൽ ഈ സൈഡിലെ ഒരു ക്വാണ്ടിറ്റി ഇൻക്രീസ് സംഭവിച്ചാൽ ഈ സൈഡിലെ ക്വാണ്ടിറ്റിയും ഇൻക്രീസ് പറ്റും. ഇവിടെ എന്ത് പടക്കുന്നോ അത് തന്നെ ഇവിടെ വരും. അതിനെയാണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് വെച്ചാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ സംഭവിക്കും. അതായത് ഇവിടെ ഈ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഈ ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യും. അതിനെയാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്.
ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് നമ്മൾ 2 പുറത്തെടുത്താൽ ഇത് കണ്ടോ, ഇപ്പോൾ 2 പുറത്തെടുക്കുമ്പോൾ ഇവിടുന്ന് 2 എടുക്കുമ്പോൾ എന്ത് പറ്റും, ഇത് 3x ആവും. ഇവിടുന്ന് 2 എടുക്കുമ്പോൾ എന്ത് പറ്റും, സോറി ഇത് 6 ആട്ടോ, അപ്പോൾ എന്ത് പറ്റും, 3 ആവും. ഗ്രാഫ് പലതരം ഉണ്ട്, ബാറ്, പയ്യ, ഹിസ്റ്റോഗ്രാം, ലൈൻ. കർട്ടേഷ്യൻ പ്ലെയിൻ ആൻഡ് കോർഡിനേറ്റ്സ്. കർട്ടേഷ്യൻ പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്നതിനെയാണ് കർട്ടേഷ്യൻ പ്ലെയിൻ എന്നും അതിനുള്ളത് നമ്മൾ കുത്തിട്ട് വരയുന്നതിനെയാണ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കർട്ടേഷ്യൻ പ്ലെയിൻസിൽ ഇങ്ങനെയുള്ളതിനെ എക്സ് ആക്സിസും മേളിലോട്ടുള്ളതിനെ വൈ ആക്സിസ് എന്നും പറയും. ഇങ്ങനെ പോയിന്റ് നമ്മളിപ്പം, അപ്പോൾ ഇതിനകത്ത് ഇത് ഒറിജിനാണ് 0, അപ്പോൾ ഇത് 1 2 3 4, ഇങ്ങോട്ടും വൈ ആക്സിസിലും അതുപോലെ 1 2 3 4 ഇങ്ങോട്ടും കാണും. അതിപ്പം -1 -2 -3 താഴോട്ടും കാണും. അപ്പം -1 -2 ഇത് വൈ ആക്സിസ് നെഗറ്റീവ്, ഇത് എക്സ് ആക്സിസ് നെഗറ്റീവ്. ഇപ്പം നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഇടണം. അപ്പം ഇത് ഇവിടുന്ന് 2 എടുത്തു, അപ്പം x = 2. ഇവിടുന്ന് നമ്മളൊരു 3 എടുത്തു. അപ്പം ഇങ്ങനെ നമ്മൾ വരയ്ക്കും, എന്നിട്ട് ഇവിടെ പോയിന്റ് ഇടും. അപ്പം എന്തുവാ, x 2 y 3. ഇങ്ങനെയാണ് നമ്മൾ പോയിന്റ് വരയ്ക്കുന്നത്. ഗ്രാഫ് വരയ്ക്കുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി എ ബി എ നമുക്ക് എങ്ങനെ എഴുതാം, ഇത് വൺസ് ടെൻസ് അല്ലേ, അപ്പോൾ വൺസ് ആയതുകൊണ്ട് ബി, ടെൻസ് ആയതുകൊണ്ട് 10a. ഇത് വൺസ് ടെൻസ് തൗസൻഡ്സ്, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, c + 10a + 100a എന്ന് എഴുതാം. കണ്ടോ. ഇനി 4 വെച്ച് ഡിവിസിബിൾ ആവണമെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 4 വെച്ച് ഡിവിസിബിൾ ആയിരുന്നു. 6 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ ആ ഒരു നമ്പർ 2 വെച്ചും 3 വെച്ചും ഡിവിസിബിൾ ആണെങ്കിൽ 6 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. 8 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് 8 വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം. 9 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ ആ സം ഓഫ് ദ ഡിജിറ്റ്സ് 9 വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം. സെയിം ആണ് 3 വെച്ച് ഡിവിസിബിളും, സം ഓഫ് ദ ഡിജിറ്റ്സ് 3 ആയിട്ട് ഡിവിസിബിൾ ആയിരിക്കണം. ഇനി അടുത്ത